ഗൗരി പേടിച്ച് പെട്ടെന്ന് കത്തിയുമായി തിരിഞ്ഞു. നീ എന്നെ കൊല്ലോടി? എടി നീതു, നീയോ? ഇവിടെ വരെ വന്നിട്ട് ഈ കൂട്ടുകാരിയെ കാണാതെ മുങ്ങാന്ന് വിചാരിച്ചല്ലേ? പെട്ടെന്ന് ഗൗരിയുടെ കണ്ണുകൾ നനഞ്ഞു. ആരെയും കാണാൻ വയ്യ, ആരെയും ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. വരണമെന്നേ വിചാരിച്ചതല്ല. നീയൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, പിന്നെന്തിനാ ഇങ്ങനൊരു ഫീൽ? എൻ്റെ ഭാഗത്ത് തെറ്റില്ലെന്ന് എത്ര ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട്. ഈ നാട്ടിലെ അധികം ആൾക്കാരുടെ മനസ്സിലും ഞാനൊരു മോശം പെണ്ണല്ലേ? അവൾ കരയുന്നത് കണ്ട് നീതു അവളെ ആശ്വസിപ്പിച്ചു. കരയല്ലടി, ഞാനിവിടെ ഉണ്ടെന്ന് നീ എങ്ങനെ അറിഞ്ഞു? അവൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് ചോദിച്ചു. നിന്റെ കല്യാണം കഴിഞ്ഞ് ഭർത്താവിനെ കൂട്ടിയാ വന്നിരിക്കുന്നതെന്ന് ഈ നാട്ടിൽ ഇനി അറിയാൻ ആളുകൾ ചുരുക്കമായിരിക്കും. ദിനേശേട്ടൻ എല്ലാവരോടും പറഞ്ഞു നടക്കുന്നുണ്ട് നീ മനുസാറിനെ തേച്ച് മറ്റൊരുത്തനെ കെട്ടിയെന്ന്. ഞാൻ സത്യം പറയാലോ, നീ ചെയ്തത് തന്നെ ശരി. ആ തള്ളയുടെ മരുമകളാകുന്നതിൽ നല്ലത് വേറെ കെട്ടിയത് തന്നെയാ. ഗൗരി അവളുടെ മുഖത്ത് നോക്കി ചിരിച്ചിട്ട് ചോദിച്ചു. നിന്റെ വിശേഷങ്ങൾ പറ. നല്ല വിശേഷം. കല്യാണം തീരുമാനിച്ചു. ഗൾഫിലാ, കൂടെ കൊണ്ടുപോകും. ആകെയുള്ളൊരാശ്വാസം ഡിഗ്രി വരെ പഠിച്ചാൽ മതി. നീ വാ, നിന്റെ വിശേഷങ്ങൾ ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് നീതു അവളെ കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോൾ അവൾ പറഞ്ഞു. പണിയൊന്നും തീർന്നിട്ടില്ല. നീ ഇവിടെ വിരുന്ന് വന്നതല്ലേ, അല്ലാതെ അടുക്കളപ്പണിക്ക് വന്നതൊന്നല്ലല്ലോ. ആശ്രയത്തിൽ നിന്നിരുന്നപ്പോൾ അടിമയെപ്പോലെ നിന്നുകൊടുത്തു. ഇപ്പം നിനക്കതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. വാ ഇവിടെ എന്ന് പറഞ്ഞ് ഗൗരിയെ കൊണ്ട് നീതു റൂമിലേക്ക് പോയി. പറയ്, എന്തൊക്കെയുണ്ട് നിന്റെ വിശേഷങ്ങൾ? എവിടെ നിന്റെ ഭർത്താവ്? പുറത്തു പോയിരിക്കുക. ഫോട്ടോ ഉണ്ടാവില്ലേ, കാണിച്ചതാ. മനുസാറിനേക്കാൾ ഗ്ലാമർ ഉണ്ടോ നോക്കട്ടെ. ഗൗരി പുഞ്ചിരിച്ചു. ഫോട്ടോ ഒന്നുമില്ല. ഫോട്ടോ ഇല്ലെന്നോ? കല്യാണ നിശ്ചയം കഴിഞ്ഞിട്ടേ ഉള്ളൂ. എന്നിട്ടും 10-50 ഫോട്ടോയോളം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചു കഴിഞ്ഞു. നിന്റെ കല്യാണം കഴിഞ്ഞിട്ടും ഫോട്ടോ ഒന്നുമില്ലെന്നോ? മനസ്സിൽ മായാതെ കിടക്കുന്നുണ്ട് ആ രൂപം. അതുകൊണ്ട് ഫോട്ടോയുടെ ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല. എങ്കിലും ആരെങ്കിലും ചോദിക്കുമ്പോൾ കാണിച്ചു കൊടുക്കാനെങ്കിലും ഒരു ഫോട്ടോ മൊബൈലിൽ എടുത്തു വയ്ക്കേണ്ടതായിരുന്നു. അത് ശരിയാ, പക്ഷേ എപ്പോഴും കൂടെ ഉണ്ടാകുന്ന ആളുടെ ഫോട്ടോ മൊബൈലിൽ വേണമെന്ന് തോന്നിയിട്ടില്ല. റൂമിനകത്ത് ആരുടെയോ സംസാരം കേട്ട് ഡോറിൽ മുട്ടാനിരുന്ന കൈ ദേവൻ പിൻവലിച്ചു. എപ്പോഴും കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ ജോലിക്കൊന്നും പോകുന്നില്ല. പോടി, പുള്ളിക്കാരൻ്റെ കമ്പനിയിൽ തന്നെയാ ഞാനും വർക്ക് ചെയ്യുന്നത്. പുള്ളിക്കാരനോ എന്ന് ചിന്തിച്ച് ദേവൻ ചിരിച്ചുകൊണ്ട് ചുമരിൽ ചാരി അവരുടെ സംസാരം ശ്രദ്ധിച്ചു നിന്നു. ഓ, അപ്പോൾ സ്വന്തമായി കമ്പനിയൊക്കെ ഉണ്ടല്ലേ? എന്താ പുള്ളിക്കാരൻ്റെ പേര്? മഹാദേവൻ. മഹാദേവനെന്നോ? അപ്പോൾ ഇതിനായിരുന്നല്ലേ നീ എപ്പോഴും മഹാദേവൻ മഹാദേവൻ എന്ന് വിളിച്ചുകൊണ്ട് നടന്നിരുന്നത്? പോടി. അവളുടെ മുഖം നാണം കൊണ്ട് ചുവന്നു. അതൊക്കെ പോട്ടെ, നിന്റെ അമ്മായിയമ്മ എങ്ങനെയുണ്ട്? മനുസാറിൻ്റെ അമ്മയെപ്പോലെ ദുഷ്ടത്തിയാണോ? ആ അമ്മ മകനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. മകൻ്റെ ജീവിതം നല്ല രീതിയിൽ വേണമെന്ന് അമ്മ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്നെ ഒരുപാട് ഇഷ്ടാ. മരുമകളായല്ല, മകളായ എന്നെ കാണുന്നത്. ദേവൻ്റെ മുഖം പെട്ടെന്ന് മങ്ങി. പിന്നെ നീ പൊങ്ങച്ചം പറയണ്ട. ഏതെങ്കിലും അമ്മായിയമ്മമാർക്ക് മരുമകളെ സ്വന്തം മകളെ പോലെ കാണാൻ കഴിയുമോ? എന്നാൽ എൻ്റെ അമ്മായിയമ്മയ്ക്ക് കഴിയും. അമ്മയുടെ സ്നേഹം എനിക്കെന്താണെന്ന് അറിയില്ല. എൻ്റെ മനസ്സിലുണ്ട് അമ്മ എങ്ങനെയായിരിക്കുമെന്ന്. അതുപോലെ തന്നെ എൻ്റെ അമ്മായിയമ്മ, അല്ല അമ്മ. ചില ദിവസങ്ങളിൽ എൻ്റെ അടുത്ത് വന്ന് കിടക്കും. എന്നെ ചേർത്ത് പിടിച്ച് തലയിൽ തലോടി കൊട്ടിയുറക്കും. ശരിക്കും അമ്മ വാത്സല്യം എന്താണെന്നറിയുന്നത് ആ അമ്മയിൽ നിന്നാ. ചിലപ്പോഴൊക്കെ ഞാൻ കുറുമ്പ് കാണിക്കും അമ്മ പിണങ്ങുന്നത് കാണാൻ, വഴക്ക് പറയുമോയെന്ന് നോക്കാൻ. എന്നിട്ട് വഴക്ക് പറയുമോ? വഴക്കൊക്കെ പറയും. ഞാൻ ഭീഷണിപ്പെടുത്തും, എൻ്റെ കെട്ടിയോൻ വന്നാൽ പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞ്. അപ്പം അമ്മ എന്നെ അടിക്കാൻ വരും. ഞാൻ അവിടുന്ന് ഓടും. അമ്മ എൻ്റെ പുറകെ വരും. ദേവൻ റൂമിന് പുറത്തുനിന്ന് ഓർത്തു. ഒരിക്കൽ ഗൗരി പേടിച്ച് കിച്ചണിൽ സ്ത്രീരൂപം കണ്ടെന്ന് പറഞ്ഞത്. രവി ഹോസ്പിറ്റലിലായിരിക്കുമ്പോൾ ബോധം വന്നത് അറിയിക്കാൻ വിളിച്ചപ്പോൾ അമ്മേ, രവിയേട്ടന് ബോധം വന്നു എന്ന് പറഞ്ഞത്. അവന് വല്ലാതെ ദേഷ്യം വന്നു. പല്ലുകൾ കൂട്ടിഞ്ഞെരിച്ച് ഡോറിൽ മുട്ടി. ഗൗരി ഞെട്ടലോടെ ചാടി എഴുന്നേറ്റു. വന്നു തോന്നുന്നു എന്ന് പറഞ്ഞ്, മഹാദേവ, പറഞ്ഞത് വല്ലതും കേട്ടോ ആവോ എന്ന് ചിന്തിച്ച് ഡോർ തുറന്നു. മുന്നിൽ ദേഷ്യത്തോടെ നിൽക്കുന്ന ദേവനെ കണ്ട് അവളൊന്ന് ഭയന്നെങ്കിലും നീതുവിന് മുന്നിൽ അത് പുറത്ത് കാണിക്കാതെ ചിരിക്കാൻ ശ്രമിച്ചു പറഞ്ഞു. ഇത് എൻ്റെ കൂട്ടുകാരിയാ, നീതു. ദേവൻ നീതുവിന് മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചെന്ന് വരുത്തി. ദേഷ്യത്തോടെ ഗൗരിയെ നോക്കി. ചേട്ടൻ പുറത്തു പോയിരിക്കാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചായിരുന്നു ഗൗരിയോട് ചേട്ടൻ്റെ ഫോട്ടോ ഇല്ലേന്ന്. മനസ്സിൽ രൂപം മായാതെ കിടക്കുമ്പോൾ ഫോട്ടോയുടെ ആവശ്യമില്ലെന്നാ ഇവള് പറയുന്നത്.
കാണാൻ കഴിയാതെ പോകുന്നാ വിചാരിച്ചത്. തമ്മിൽ കാണേണ്ടവരാണെങ്കിൽ എന്നായാലും കാണും, അല്ലെങ്കിൽ ഒരിക്കലും കാണില്ല. നീതു എന്തു ചെയ്യുന്നു? ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയറാ. ഞങ്ങൾ 1-ാം ക്ലാസ് മുതൽ ഒന്നിച്ച് പഠിച്ചതാ. ഇവളിവിടെ ഉണ്ടെന്നറിഞ്ഞപ്പോൾ കാണാൻ വന്നതാ. രണ്ടാളെയും കാണാൻ കഴിഞ്ഞല്ലോ. ഞാൻ പോട്ടെ, വീട്ടിൽ അന്വേഷിക്കുന്നുണ്ടാവും. ഇവിടേക്കാ വരുന്നതെന്ന് പറഞ്ഞിട്ടില്ല. നീതു പോയി കഴിഞ്ഞതും ദേവന്റെ സ്വഭാവം മാറി. അവൻ ദേഷ്യത്തോടെ ഡോറടച്ച് അവളോട് ചോദിച്ചു, ഞാൻ വരുമ്പോൾ നീ ആരെക്കുറിച്ച് അവളോട് പറഞ്ഞിരുന്നത്? അവൾ പേടിയോടെ വിക്കിക്കൊണ്ട് പറഞ്ഞു, അത് അത് ഞാൻ ആരെക്കുറിച്ചും പറഞ്ഞില്ല. കള്ളം പറയണ്ട, ഞാൻ എല്ലാം കേട്ടു. ആ സ്ത്രീ ഉണ്ടോ മഹേന്ദ്രത്തിൽ? അവൾ പേടിച്ചു വിറച്ചു. ഇല്ല, തലയാട്ടി പറഞ്ഞു. സത്യം പറയ്, നീ അവരെക്കുറിച്ചല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? അവൻ്റെ ദേഷ്യം കണ്ട് ശ്വാസം പോലും എടുക്കാൻ ഭയന്ന് ഗൗരി നിന്നു. എല്ലാവരും കൂടി എന്നെ പറ്റിക്കായിരുന്നല്ലേ? എല്ലാം അറിയാവുന്ന രാമേട്ടൻ പോലും. വാ, ഇറങ്ങ്. ഇപ്പം തന്നെ മഹേന്ദ്രത്തിലെത്തണം. എനിക്കിഷ്ടല്ല അവരവിടെ നിൽക്കുന്നത്. ദേവൻ കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം അവൻ്റെ ബാഗിലാക്കിയെടുത്ത് ഗൗരിയോട് പറഞ്ഞു. വേഗം റെഡിയായി വാ, ഞാൻ പുറത്തുണ്ടാവും. അവൻ പുറത്തേക്ക് നടക്കാൻ തുടങ്ങിയതും ഗൗരി അവൻ്റെ കയ്യിൽ പിടിച്ചു. പ്ലീസ്, ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ. നിങ്ങൾ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല. അമ്മയല്ല. അമ്മ അങ്ങനെ ചെയ്യില്ല. കയ്യിൽ നിന്ന് വിട്. അവരെക്കുറിച്ച് നീ എനിക്ക് പറഞ്ഞു തരണ്ട എന്ന് പറഞ്ഞ് കയ്യിലുണ്ടായിരുന്ന ബാഗ് താഴെ വെച്ച് അവളുടെ കൈ വിടുവിച്ച് പോകാൻ തുടങ്ങിയപ്പോൾ അവൾ വീണ്ടും തടഞ്ഞു നിർത്തി. ഞാൻ പറയുന്നത് മുഴുവനൊന്ന് കേൾക്കൂ. എന്നിട്ട് ചെന്ന് പറഞ്ഞു വിടുകയോ കൊല്ലുകയോ എന്ത് വേണമെങ്കിലും ചെയ്യൂ. അവർ പറഞ്ഞു തന്ന കള്ളക്കഥകളല്ലേ നിനക്കറിയൂ, അല്ലാതെ മറ്റൊന്നും അറിയില്ലല്ലോ. നീ അവരെക്കുറിച്ച് എന്നോടൊന്നും സംസാരിക്കണ്ട. ഒരു നിമിഷം പോലും അവർ മഹേന്ദ്രത്തിൽ നിൽക്കുന്നത് എനിക്കിഷ്ടല്ല. എങ്കിൽ ചെല്ല്, പറഞ്ഞു വിട്. തെരുവിലൂടെ അലിഞ്ഞു നടന്നിരുന്നൊരു സ്ത്രീയുടെ മൃതദേഹം മോർച്ചറിയിൽ കിടക്കുന്നുണ്ട്, വന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയുമ്പോൾ പോയി കണ്ട് അറിയില്ലെന്ന് പറയ്. ആരെങ്കിലും ഏതെങ്കിലും ശ്മശാനത്തിൽ കുഴിച്ചിടട്ടെ. മരിച്ചാലെങ്കിലും ആ അമ്മയ്ക്ക് സ്വസ്ഥത കിട്ടട്ടെ. അവൻ അവളെ നോക്കി പുച്ഛത്തോടെ ചോദിച്ചു. അമ്മയ്ക്ക് സ്വസ്ഥത വേണോ അല്ലേ? എനിക്ക് വേണ്ടേ സ്വസ്ഥത? അച്ഛൻ്റെ സ്ഥാനത്ത് ഞാൻ കണ്ടിരുന്ന എൻ്റെ ഏട്ടനെയാ അവരില്ലാതാക്കിയത്. ഒരമ്മയും സ്വന്തം മകനെ കൊല്ലില്ല. അവർക്കതിന് കഴിയില്ല. നിങ്ങൾ അതെന്താ മനസ്സിലാക്കാത്തത്? സ്വന്തം മകൻ അല്ലാത്തതുകൊണ്ടാ കൊന്നത്. അത് കേട്ട് ഗൗരി ഞെട്ടിപ്പോയി. അമ്മല്ലാത്ത കുഞ്ഞിനെ ആ സ്ത്രീ നോക്കില്ലെന്ന് എൻ്റെ അച്ഛൻ നേരത്തെ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് തന്നെ ഏട്ടൻ്റെ പേരിലാ കൂടുതൽ സ്വത്തുക്കളും എഴുതിയത്. എന്നാൽ മക്കള് സേഫ് അല്ലെന്ന് തോന്നി അച്ഛൻ ഒരു വിൽപത്രം കൂടെ തയ്യാറാക്കിയിരുന്നു. അതിലെന്താ എഴുതിയിരിക്കുന്നതെന്ന് മറ്റാരും അറിയാതിരിക്കാൻ ലോക്കറിലായിരുന്നു അത്. അത് ലോക്കറിൽ നിന്നെടുത്ത് അവരുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്ത ആ നിമിഷ ഏട്ടൻ മരണപ്പെട്ടത്. അവരല്ലാതെ മറ്റാരും ആ വിൽപത്രം കണ്ടിട്ടില്ല. ആ മകനെ അമ്മ പ്രസവിച്ചിട്ടില്ലായിരിക്കാം. എങ്കിലും മക്കള് രണ്ടാളും അടുത്തുള്ളപ്പോഴേ ആ വിൽപത്രം തുറന്നു വായിക്കുമെന്ന് കരുതി അമ്മ വിൽപത്രം വായിച്ചിരുന്നില്ല. മകൻ്റെ മരണം അറിഞ്ഞ് തളർന്ന അമ്മ വിൽപത്രത്തെക്കുറിച്ച് ചിന്തിച്ചില്ല. അത് ആവശ്യമുള്ളവർ ചോദിച്ചപ്പോഴാ അമ്മ അതിനെക്കുറിച്ച് ഓർക്കുന്നത്. അപ്പോഴേക്കും നിങ്ങൾക്ക് വിൽപത്രത്തിനു പുറകെ നടക്കാതെ ഒരു മകനെ നഷ്ടപ്പെട്ട അമ്മ മറ്റൊരു മകൻ്റെ മാനസിക നില തെറ്റുന്നത് കണ്ട് കണ്ണീരൊഴുക്കി ആ മകനൊപ്പം ഇരുന്നു. അതിനിടയിലാ ഏട്ടൻ്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് അമ്മയ്ക്ക് സംശയം തോന്നിയത്. അമ്മയാ അന്വേഷിക്കണമെന്ന് പറഞ്ഞ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തത്. പിടിക്കപ്പെടുന്നായപ്പോൾ നിങ്ങളെയും കൊന്നുകളയെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. ഏട്ടൻ്റെ കൊലപാതകം അമ്മയെക്കൊണ്ട് നിർബന്ധിച്ച് ഏറ്റെടുപ്പിച്ചു. ഇപ്പോഴും അവർ നിങ്ങളെ ഒന്നും ചെയ്യാത്തത് അമ്മ നടന്നതെല്ലാം പോലീസിനോട് പറഞ്ഞാൽ അവർ പിടിക്കപ്പെടുമെന്ന് പേടിച്ചിട്ടാ. മഹേന്ദ്രത്തിൽ നിന്ന് അമ്മയെ ഇറക്കിവിട്ട അമ്മ ഭരതൻ്റെ കൈകളിൽ ചെന്ന് പെടും. ഏട്ടനെ ഇല്ലാതാക്കി അവർക്ക് അമ്മയെ ഇല്ലാതാക്കാനാണോ ബുദ്ധിമുട്ട്? ഞാൻ പറഞ്ഞതെല്ലാം വിശ്വാസമായില്ലെങ്കിൽ ചെല്ലു, മഹേന്ദ്രത്തിൽ നിന്ന് അമ്മയെ പുറത്താക്കിക്കോളൂ. അവൻ ചെന്ന് ബെഡിൽ തളർന്നിരുന്നു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു. കുറച്ചുനേരം അവൻ തനിയെ ഇരിക്കട്ടെ എന്ന് കരുതി അവൾ അവിടുന്ന് പോയി. ഉച്ചയ്ക്ക് കഴിക്കാനുള്ള സമയമായപ്പോൾ അവൾ വന്നു വിളിച്ചു. കൈ നെറ്റിയിലേക്ക് വെച്ച് കണ്ണുകൾ അടച്ച് കിടക്കുകയായിരുന്നു അവൻ. അവൾ വന്നതറിഞ്ഞെങ്കിലും അവൻ കിടപ്പ് തുടർന്നു. അവളോട് ദേഷ്യമുണ്ടാവുമോ എന്ന പേടി അവൾക്കുണ്ടായിരുന്നെങ്കിലും അവിടുന്ന് പോകാൻ തുടങ്ങിയപ്പോൾ അവളോടും കൂടെ വരാൻ പറഞ്ഞതിൻ്റെ ഒരു ആശ്വാസം അവൾക്കുണ്ടായിരുന്നു. കഴിക്കാൻ വരൂ. എനിക്ക് വേണ്ട, എനിക്ക് വിശക്കുന്നുണ്ട്. നീ പോയി കഴിച്ചോ. നിങ്ങൾ കഴിക്കുന്നില്ലെങ്കിൽ ഞാനും കഴിക്കുന്നില്ല. അവൻ പതിയെ കണ്ണു തുറന്ന് അവളെ നോക്കി. ചുണ്ടു കൂർപ്പിച്ച് പരിഭവഭാവത്തോടെ മുന്നിൽ നിൽക്കുന്ന അവളെ കണ്ട് അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. ആ ചിരി കണ്ട് അവളുടെ മനസ്സും മുഖവും തെളിഞ്ഞു. നിങ്ങൾക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ലേ? ഉണ്ട്, നല്ല ദേഷ്യമുണ്ട് എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ അവൻ അവിടെ നിന്ന് എഴുന്നേറ്റു. അവൾ പേടിയോടെ നോക്കുന്നത് കണ്ട് അവൻ ചോദിച്ചു,
ഇത്രയും ദിവസം ഇതൊന്നും എന്നോട് പറയാതെ മറച്ചു വെച്ചില്ലേ? പറഞ്ഞിരുന്നെങ്കിൽ വഴക്കുണ്ടാക്കില്ലേ? അമ്മ അവിടുന്ന് പറഞ്ഞു വിടില്ലേ? അമ്മയുടെ കാര്യമല്ല ചോദിച്ചത്, നിന്റെ കാര്യാ. എന്തിനാ ആരോടും ഒന്നും പറയാതെ ഇത്രയും സങ്കടം ഉള്ളിലൊതുക്കി നടക്കുന്നത്? പറയായിരുന്നില്ലേ എന്നോടെല്ലാം നേരത്തെ? അവൾ ഒരു പൊട്ടിക്കരച്ചലോടെ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. കരയാതെ, എനിക്ക് നിന്റെ ഈ കണ്ണീര് കാണാൻ വയ്യ. അവൻ അവളുടെ മുടിയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു.